ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് തൊടുപുഴയിലാണ്. തൊടുപുഴയിൽ മാർട്ടിൻ കൊട്ടുപുള്ളിന് വേണ്ടി ചെയ്ത ഒരു പ്രീമിയം വില്ല പ്രോജക്റ്റിലാണ്. ഇതൊരു 4 BHK വീടാണ്. നമ്മൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഐവറി ഷെയ്ഡ് കളർ കോമ്പിനേഷനാണ്. പിന്നെ വുഡിൻ്റെ കുറച്ച് ഹൈലൈറ്റ് പോർഷൻസും ഉണ്ട് നമ്മുടെ കിച്ചൻ്റെ സൈഡാണെങ്കിലും, പിന്നെ നമ്മുടെ വാൾ, അതായത് നമ്മുടെ ബോർഡർ വാളിന് കൊടുത്തിരിക്കുന്ന ഏരിയയിലാണെങ്കിലും നമ്മൾ ഈ സെയിം വൈറ്റിൻ്റെ കൂട്ടത്തിൽ ഒരു വുഡൻ കോമ്പിനേഷൻ ടൈലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു 3500 സ്ക്വയർ ഫീറ്റ് വീടാണ്. നമ്മൾ ഈ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ടിൽ കാണുന്നത് നമുക്കൊരു കോർട്ട്യാർഡാണ്. ഈ വീടിന് ആക്ച്വലി ഉള്ളത് 2 കോർട്ട്യാർഡാണ്. ഇത് വീടിൻ്റെ ഒരു ബ്രീത്തിങ് സ്പേസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇതിന് നമ്മൾ ഇനഫ് ആയിട്ടുള്ള ലൈവ് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരിക്കാനുള്ള ഒരു കംഫർട്ട് സോണായിട്ട് നമ്മൾ സീറ്റിങ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സ്പേസ് ആണ് കാണുന്നത്. ഈ ഒരു സ്പേസ് നമ്മുടെ ഒരു ഫോമൽ ലിവിങ് സ്പേസ് ആണ്. നമ്മളിവിടെ ഒരു 5 സീറ്റർ കൗച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കൗച്ച് ഒരു ലോഞ്ചറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ഫുൾ ലെങ്ത്, അത് മാക്സിമം നമുക്കൊരു കാർപ്പറ്റ് വെച്ചിട്ട് നമ്മൾ ഒന്ന് ഫ്ലോർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ സെൻറ്റർ ചെയ്തിട്ടാണ് നമുക്കൊരു കോഫി ടേബിൾസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഏരിയനെ തന്നെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഫുള്ളി ഒരു വുഡൻ പാനലിങ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ടോപ്പ് വരെ പോകുന്ന ടിൽ റൂഫിൽ നമ്മൾ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇവിടുത്തെ വുഡൻ പാനലിങ് ചെയ്തിരിക്കുന്നത്. ഫോർമൽ ലിവിങ്ങിനെയും ഫാമിലി ലിവിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു പാർട്ടീഷനാണ്. പാർട്ടീഷൻ കംപ്ലീറ്റ്ലി വുഡൻ തീമിലാണ് പോയിരിക്കുന്നത്. ഇത് ഈ വീടിൻ്റെ പ്രെയർ ഏരിയ ആണ്. ഇത് നമ്മൾ മെയിൻലി ചെയ്തിരിക്കുന്നത് ഒരു ഡബിൾ ഹൈറ്റ് ഏരിയയിലാണ്. ഈ ഡബിൾ ഹൈറ്റ് ഏരിയയിൽ ക്രാഫ്റ്റഡ് ടെക്സ്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ക്രാഫ്റ്റഡ് ടെക്സ്ചറിൽ വുഡൻ ആൻഡ് മാർബിൾ ബാക്ക് ഡ്രോപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ഈ പ്രെയർ യൂണിറ്റിൻ്റെ ബേസ് ക്യാബിനറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ഫ്ലോട്ടിംഗ് മോഡലിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ ആ ഒരു ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു മാർബിൾ തീം ഇതിൻ്റെ നമ്മുടെ പ്രെയറിൻ്റെ കൗണ്ടർ ടോപ്പിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും പ്രെയർ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബോത്ത് സൈഡ്സ് നമ്മൾ ലൈവ് പ്ലാന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രെയർ യൂണിറ്റിനെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഫ്ലോർ ഏരിയ നമുക്കൊരു മൊറോക്കൻ കാർപ്പറ്റാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ഹൈലൈറ്റ് പോർഷൻ നമ്മൾ പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയ നമുക്ക് എപ്പോഴും ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിനും അതിൻ്റെ വ്യൂ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യുന്നതിനും നമുക്ക് ഈ ഷാൻലിയർ ലൈറ്റ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റ് തന്നെയാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ. പിന്നെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ നമ്മളുടെ ഡൈനിങ് ടേബിളും ചെയറും ഒരു വുഡൻ തീമിൽ നിന്ന് മാറി നമുക്ക് ഇതൊരു മെറ്റാലിക് ബേസിലാണ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഡൈനിങ് ടേബിളിന്റെ നിയർ ആയിട്ട് തന്നെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു ക്രോക്കറി കം ബാർ കൗണ്ടർ യൂണിറ്റ് ആണ്. ഇതിന്റെ നെക്സ്റ്റ് ഒരു പോർഷൻ, ഇതിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നമ്മളുടെ വാഷ് കൗണ്ടർ വരുന്നത്. നമ്മളിവിടെ ഒരു കൂടുതലും ഒരു ഗോൾഡൻ ഷെയ്ഡാണ് ഇവിടുത്തെ ഫിറ്റിംഗ്സ് ആൻഡ് ആക്സസറീസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നോർമലി കണ്ടുവരുന്നതിനേക്കാൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മിറർ ഷേപ്പും നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഡൈനിങ്ങിനോട് നെക്സ്റ്റ്, അതായത് ഏറ്റവും ചേർന്നിട്ടുള്ളൊരു നെക്സ്റ്റ് പോർഷനാണ് നമ്മളുടെ ഈ വീടിൻ്റെ കിച്ചൺ വരുന്നത്. നമ്മളുടെ ഈ വീടിൻ്റെ കിച്ചണിന് നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ബേസ് പോർഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് മൊറോക്കൺ ടൈൽ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഇതിനാണെങ്കിൽ 2 ഹാങ്ങിങ് ലൈറ്റ്സ് നമ്മൾ ആ ഒരു ഡൈനിങ് ടേബിളിലും അല്ലെങ്കിൽ ആ ഡൈനിങ് ഏരിയയിൽ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിരിക്കുന്ന ആ ഗോൾഡൻ തീമിനെ ഒന്ന് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ നമ്മളൊരു ഗോൾഡൻ ഷെയ്ഡുള്ള ലൈറ്റ്സ് വരെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കിച്ചൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് താഴെയായിട്ട് ഉള്ളിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ നമ്മളൊരു വിക്കർ ബാസ്ക്കറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കിച്ചൻ്റെ മാക്സിമം ഏരിയ സ്റ്റോറേജ് സ്പേസിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ടാൻഡം ബോക്സസ്, നമുക്ക് ഈസി ആക്സസിനായിട്ട് ടാൻഡം ബോക്സസും പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ഷട്ടർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഷട്ടർ സ്പേസിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന 2 പോർഷൻ ഒന്ന് നമ്മൾ ഫ്രിഡ്ജിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രിഡ്ജിന് വേണ്ടി കൊടുത്തിരിക്കുന്ന സ്പേസിനോട് തന്നെ അറ്റാച്ച് ചെയ്ത് നമ്മൾ മൈക്രോവേവും OTGയും കൊണ്ട് പ്ലേസ് ചെയ്യാൻ പാകത്തിന് ഇൻബിൽറ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ മെയിൻ കിച്ചണിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് ഓപ്പണിംഗ് വരുന്നത് സെക്കൻഡ് കിച്ചണിലേക്കാണ്. ഇവിടെ നമ്മൾ മാക്സിമം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെ നമ്മൾ നേരെ കോർട്ട്യാർഡിലേക്ക് ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ ഒരു സ്ലൈഡിങ് ഡോർ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് ഡയറക്റ്റ്ലി നമുക്ക് കോർട്ട്യാർഡിലേക്ക് നമുക്ക് ഇറങ്ങാനുള്ളൊരു
പ്രൊവിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമ്മളുടെ ഈ കോർട്ട്യാർഡിൻ്റെ ഡൈനിങ് സ്പേസിൽ നിന്നുള്ള ആ ഒരു എൻട്രൻസിന് പുറമെ നമ്മളുടെ മെയിൻ എൻട്രൻസ് നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഈ ഒരു സ്പേസിൽ നിന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ വീടിൻ്റെ ഒരു ബ്രീത്തിങ് സ്പേസ് ആയിട്ടുള്ള ഈ ഒരു മെയിൻ കോർട്ട്യാർഡിലേക്ക് വരുന്നത്. നമ്മളിവിടെ ഒരു കോഫി ടേബിൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഒരു കോഫി ടേബിൾ, അതിന് വേണ്ടി ഒരു 2 ചെയർ, അതൊരു ക്യൂട്ട് ലുക്കിൽ വേണമെന്നും പിന്നെ അതൊരു ഏറ്റവും കംഫർട്ടബിൾ സ്പേസ് ആയിരിക്കണമെന്നും ക്ലയൻറ്റിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. നമ്മൾ അതുകൊണ്ട് അവർക്ക് അത്രയും നല്ലൊരു റിലാക്സിങ് സ്പേസ് ആണ് നമ്മൾ ഈ കോർട്ട്യാർഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്താണോ 3Dയിൽ കൊടുത്തിരുന്നത് അത് തന്നെ എക്സാക്ട്ലി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഫ്രഷ് എയറിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ലൈവ് പ്ലാന്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു കോർട്ട്യാർഡ് സ്പേസിൽ നിന്ന് നെക്സ്റ്റ് ഓപ്പണിംഗ് വരുന്നത് നമ്മളുടെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റിൻ്റെ സ്പേസിലേക്കാണ്. നമ്മൾ ഈ ഒരു സ്പേസിൽ നമ്മളൊരു 6 സീറ്റർ കൗച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് 2 പൊസിഷനിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഏരിയയ്ക്ക് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കോഫി ടേബിളിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സ്പേസിൽ തന്നെയാണ് നമ്മളുടെ ഈ ഒരു TV യൂണിറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു മിനിമൽ TV യൂണിറ്റ് ആണ്. ഇത് നമ്മുടെ സെക്കൻഡ് കോർട്ട്യാർഡാണ്. ഇത് വീടിൻ്റെ മെയിൻ എൻട്രൻസിൽ നിന്ന് ഡയറക്റ്റ് വ്യൂ കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്വിങ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസ് നമ്മൾ വുഡൻ ടൈൽ ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മാക്സിമം ഗ്രീനറി കൊണ്ടുവരാനായിട്ട് ലൈവ് പ്ലാന്റ്സും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ക്രാഫ്റ്റഡ് ടെക്സ്ചർ പാറ്റേൺ ആണ്. സിമിലർ ടു ടൈല് നമുക്ക് ഇത് ഫീൽ ചെയ്യും. ഇത് ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഏരിയ തന്നെയാണ്. നമ്മൾ ഫാമിലി ലിവിങ്ങിൽ നിന്ന് നമ്മുടെ ഒരു നെക്സ്റ്റ് സ്പേസ് വരുന്നത് നമ്മുടെ ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ്. നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഹെഡ് ബോർഡ് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ആർച്ച് ഡിസൈൻ, വുഡിലുള്ള ഒരു ആർച്ച് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ കസ്റ്റമൈസ്ഡ് വാൾപേപ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ ഒരു അറേഞ്ച്മെൻറ്റിനെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ മാക്സിമം കോവ് ലൈറ്റ്സ്, ഒരു ആംബിയൻ ലൈറ്റിംഗ് എന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ റൂമിൻ്റെ തന്നെ കട്ടിലിൻ്റെ 2 സൈഡിൽ നമ്മൾ സൈഡ് ടേബിൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോട്ടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3 ഡോർ വാർഡ്രോബാണ്. അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ നമ്മളൊരു സ്റ്റഡി യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു നെക്സ്റ്റ് സ്പേസ് നമുക്ക് ഇതിൻ്റെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ആണ്. ഈ ഡ്രസ്സിങ് യൂണിറ്റിലാണെങ്കിലും നമ്മൾ ഒരു യൂസ്ഡ് ക്ലോത്ത് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലേക്ക് ലോഫ്റ്റും കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ സ്റ്റെയർ ഏരിയയുടെ ഒരു 1 സൈഡ് ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ലൈം വാഷ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഈ ലൈം വാഷ് ഫിനിഷിൽ തന്നെ നമ്മൾ ഒരു വാം ടോണിലുള്ള ലൈറ്റിങ്ങും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ മെയിൻ ഒരു ബെഡ്റൂമിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. നമ്മളുടെ ഈ റൂമിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ സൈഡ് ടേബിളിൻ്റെ ടോപ്പിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന കോപ്പർ മിററുകളാണ്. ഈ ഒരു കോപ്പർ മിറർ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് നമ്മൾ വെയിൻസ്കോട്ടിൻ്റെ സെൻറ്റർ ചെയ്തിട്ടാണ്. നമ്മൾ വെയിൻസ്കോട്ടിന് ഒരു ബോർഡർ ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ ചെയ്തിട്ടാണ് നമ്മളിവിടെ കോപ്പർ മിറർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് റൂമിൻ്റെ ഒരു സ്പേസിനെ ഒന്നുകൂടെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ സെക്കൻഡ് ബെഡ്റൂമാണിത്. ഈ ഒരു ബെഡ്റൂം നമ്മൾ ഒരു കംപ്ലീറ്റ്ലി വൈറ്റ് ആൻഡ് ഗ്രേ തീമിലാണ് ചെയ്തിരിക്കുന്നത്. കട്ടിലിന് 2 സൈഡ് കൊടുത്തിരിക്കുന്ന സൈഡ് ടേബിളിൻ്റെ ടോപ്പ് നമ്മൾ ഒരു മിറർ യൂണിറ്റ് ആയിട്ട് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയയും കൂടെ ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ടോട്ടൽ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ക്ലയൻറ്റ് തന്ന ഒരു ട്രസ്റ്റും പിന്നെ നമുക്ക് തന്ന ഒരു ഫ്രീഡം ഉണ്ട്. അതിൻ്റെ നമുക്ക് ഒരു ടോട്ടൽ റിസൾട്ട് നമുക്ക് സൈറ്റിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു എലമെൻ്റ് ആണ്.